കേരളത്തിലുള്ളതായിരിക്കുന്ന ക്രിസ്ത്യാനികൾക്ക് ഇത് തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സ്നേഹഭാവത്തിൽ കേരളത്തിൽ മാത്രമല്ല പിന്നെ മോഡി തന്നെ ഡൽഹിയിലുള്ളതായിരിക്കുന്ന അനേകം പള്ളികളിൽ ക്രിസ്തുമസിൻ്റെ ദിവസം പോയി സന്ദർശിക്കുകയും ക്രിസ്തുമസ് കേക്ക് കൊടുക്കുകയും ക്രിസ്തുമസ് കേക്ക് കട്ടുകയും ചെയ്തൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. പണ്ട് കേരളത്തിൽ മാത്രമല്ല എല്ലായിടത്തും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു വശത്തൂടെ പ്രീണനവും മറുവശത്തൂടെ പീഡനവും നടത്തുന്നത് അത് ഇരു തോണി ചവിട്ടുന്നത് പോലെയുള്ള സംരംഭമാണ്. അത് സഭയ്ക്ക് സ്വീകരിക്കാനായിട്ട് തയ്യാറാകുന്നത്. മോദി സർക്കാർ വന്നതിന് ശേഷം 4316 കേസുകളാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ആ കണക്ക് ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ്. ഈ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ട് കണക്ക് വർദ്ധിച്ചു വരുന്നത് മോദി സർക്കാരിന് ആ പ്രവർത്തിക്കുന്നതായ ആ തീവ്രവാദ സംഘടനകളെ നിയന്ത്രിക്കാനുള്ള കഴിവില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ നിയന്ത്രിച്ചാൽ അവർക്കൊരു പക്ഷേ അണികൾ നഷ്ടപ്പെടുമെന്നുള്ളതായിരിക്കും അവരുടെ ഭയം. അതുകൊണ്ട് ഇതിന് ഇൻഡയറക്റ്റായിട്ട് മോദി സർക്കാരിന്റെ ഒരു പിന്തുണ ഉണ്ടോ എന്ന് പോലും ഞങ്ങൾ സംശയിക്കുന്നു. ഛത്തീസ്ഗഡിലെ ഏറെ വർഷങ്ങൾക്ക് മുമ്പ് മുതലേ ഈ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ BJP സർക്കാർ വന്നിട്ട് ലാസ്റ്റ് 2 വർഷമായിട്ടുള്ളൂ. മുമ്പ് കോൺഗ്രസ് ഒക്കെ ആയിരുന്നു ഭരിച്ചിരുന്നത്. ആ സമയത്തും ആക്രമണമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പറഞ്ഞല്ലോ, അതാണ് ഏത് സർക്കാർ ഏത് പക്ഷം എന്നുള്ളതല്ല ഞങ്ങളുടെ കാര്യം. ഇത് ഭരണകൂടം ഏത് ഭരണകൂടം എന്നുള്ളതല്ല. അതേ സമയത്ത് മതസ്വാതന്ത്ര്യത്തിനെതിരായി ഏത് ഭരണകൂടം പ്രവർത്തിച്ചാലും അത് പ്രതിഷേധാർഹമാണ്. അതിനുള്ളതായിരിക്കുന്ന ഞങ്ങളുടെ പ്രതിഷേധമാണ് രേഖപ്പെടുത്തുന്നത്. ഇപ്പോഴത്തെ ഈ സംഭവവികാസങ്ങൾ കാണുമ്പോൾ ഈ ക്രിസ്മസ് കേക്കുകളിൽ വർഗീയത ഒളിപ്പിച്ച് കടത്തുന്നുണ്ടോ എന്ന് തോന്നുന്നു. അങ്ങനെ ക്രിസ്മസ് കേക്കിനകത്ത് വർഗീയതയില്ലല്ലോ. കേക്കിനകത്ത് മുട്ടയും മറ്റുമൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതിനകത്ത് വർഗീയതയൊന്നും പറയാനൊക്കെയില്ല. ഏതായിരുന്നാലും ഒരു ദിവസം കൊണ്ട് ലോകം അവസാനിക്കുന്നില്ല. അടുത്ത കേക്കും കൊണ്ട് വരട്ടെന്ന് നോക്കാം. Excuse me.